വിവിധ കോണുകളിലുള്ള നെയ്ത്തുകാർ തുന്നിയെടുത്ത വസ്ത്രങ്ങളുടെ ഒരു കമനീയ ശേഖരം തന്നെ ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ എന്ന് പറയുമ്പോൾ ലിസി ജംഗ്ഷനിലെ റെനെ ഹബ്ബിലാണ് ഈ എക്സ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതും ഹാൻഡ് മെയ്ഡ് ആണോ? ഹാൻഡ് മെയ്ഡ്, ഹാൻഡ് വീവിംഗ്, ഹാൻഡ് മെയ്ഡ്, ഹാൻഡ് പെയിന്റഡ്, ഹാൻഡ് പെയിന്റഡ് സാരി. ഇതൊക്കെ എടുക്കാൻ എത്ര സമയം എടുക്കും? ഹാൻഡ് ये आपका हैंड वीविंग, वेस्ट बंगाल हैंड वीविंग, बंगाल हैंडलूम में हैंड वीविंग के ऊपर हैंड पेंटेड, हैंड ड्राइंग साड़ी, कांता वर्क, हैंड वर्क साड़ी. ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിലെ നെയ്ത്തുകാർ ചെയ്ത ഒരു ഷോളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. वन साड़ी बनाने में ये वन ईयर 6 months. ഞങ്ങൾ ജംദാനി സാധാരണ ഷോപ്പിൽ കിട്ടൂലല്ലോ, അപ്പം അങ്ങനത്തെയൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഷോ. എല്ലാ മേളയും എങ്ങനെയുണ്ട്? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏത് സ്റ്റോൾ? അവിടെ കുറേ സ്റ്റോൾ ഉണ്ടല്ലോ. അല്ല, ഞങ്ങളിപ്പോൾ ജംദാനി തപ്പിയാ വന്ന കുറച്ചെടുത്തു, 2-3 ഇപ്പോൾ നമ്മൾ ഈ ഹാൻഡ്ലൂം എക്സ്പോയിൽ കയറി വന്നപ്പോൾ നിരവധി സ്റ്റോളുകളാണ് ഉള്ളത്. പക്ഷേ ഈ സ്റ്റോളിലൊക്കെ കയറി ഇറങ്ങിയപ്പോൾ ഒരു സ്റ്റോൾ എൻ്റെ കണ്ണിലൊന്ന് ഉടക്കി. അത് വേറൊന്നല്ല, നമ്മുടെ ഭാഗ്യശ്രീ വിജയ് എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ സ്റ്റോളാണ്. അവിടെ ഒരു കുറച്ച് പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. ചേച്ചി, ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ എക്സ്പോയിലെ സ്റ്റോളുകൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഇതിൽ കൂടെ നടന്നു പോയപ്പോൾ കണ്ടതാണ് ഭാഗ്യശ്രീ എക്സ്പോ. ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചേച്ചി ഒരു സോപ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. എന്ത് സോപ്പാണ്? അതിനെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇത് നമ്മൾ കഴുതപ്പാലും ആരോ റൂട്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സോപ്പാണ്. ആരോ റൂട്ട് നമ്മൾ സർട്ടിഫൈഡ് ഓർഗാനിക്കായിട്ട് തന്നെയാണ്, ഓർഗാനിക് ഫാമിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ളത്. അത് നല്ല ഹെൽത്തിന്, സ്കിൻ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതിലോട്ട് എങ്ങനെയാണ് ഒന്ന് എത്തിപ്പെട്ടത്? ഇത്രയും വെറൈറ്റി ആയിട്ടുള്ളൊരു സോപ്പാണല്ലോ. കുറേ സോപ്പുകൾ ഇപ്പോൾ വിപണിയിലുണ്ടെങ്കിലും ഇത് പറയുമ്പോൾ കഴുതപ്പാൽ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഈ കഴുതപ്പാലൊക്കെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ കഴുതപ്പാൽ നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് എടുത്തിട്ട് ആരോ റൂട്ട് ഞങ്ങളുടെ ഫാമിൽ തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വെറൈറ്റി. അപ്പോൾ ഈ സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ സ്കിന്നിന് ആരോ റൂട്ട് എന്ന് പറയുന്നത് 7000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ മനുഷ്യൻ ആരോഗ്യത്തിനും അതായത് സൗന്ദര്യത്തിനും ആഹാരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അപ്പോൾ അത് എത്രയൊക്കെയായാലും നല്ലതാണ്. ആ ഒരു രീതിയാണ് ഇതിലേക്ക് എത്തിച്ചത്. ഇതിപ്പോൾ ഇതിലോട്ട് എത്താനായിട്ടൊരു കാരണം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ അറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ സോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വ്യവസായ രംഗത്തേക്ക് കടന്നു വരാൻ പറ്റിയൊരു സാഹചര്യമാണ് നമ്മുടെ ഗവൺമെൻറ്റും എല്ലാവരും ചേർന്നുണ്ടാക്കിയിരിക്കുന്നത്. അപ്പം കൂടുതൽ പേരെ ഇപ്പോൾ നമ്മൾ ഓരോന്ന് പുതിയതായിട്ട് ഉണ്ടാക്കുക, കൂടുതൽ പേർക്ക് ഇങ്ങോട്ട് കടന്നു വരാനുള്ള ഒരു വേദിയാകുക. അത്രയും. ഈ സോപ്പിലോട്ട് എത്തിയത് എങ്ങനെയാണെന്നൊന്ന് പറയാം. സോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഉപയോഗത്തിന് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സോപ്പ്. ആഹാരം പോലെ തന്നെയാണ്. നമ്മൾ കുളിക്കാനും വാഷ് ചെയ്യാനും എല്ലാം സോപ്പല്ലേ ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പം എപ്പോഴും ഉപയോഗിക്കുന്നൊരു സാധനത്തിലേക്ക് എത്തുക. ഇതിനിപ്പോൾ എങ്ങനെയാണ്? സോഷ്യൽ മീഡിയ വഴിയാണോ? ഇപ്പം ഞാൻ 4 വർഷത്തോളമായിട്ട് സ്റ്റോളുകൾ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് സ്റ്റോളുകളും വ്യവസായ വകുപ്പിൻ്റെ സരസ്മല. അപ്പോൾ അതിൽ നിന്നുള്ള സ്ഥിരം കസ്റ്റമേഴ്സ് 4 വർഷമായിട്ട് എനിക്കുണ്ട്. അവർ തന്നെയാണ് മെയിനായിട്ടുള്ള കസ്റ്റമേഴ്സ്. പിന്നെ ഫണ്ട്സ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർ വീണ്ടും ഇതിലേക്ക് തന്നെ വരുന്നുണ്ട്. ഇതിനെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ? എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുട്ടികൾ, പിന്നെ എൻ്റെ സ്റ്റാഫ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വ്യവസായ വകുപ്പ്, കൃഷി വകുപ്പ് എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ്, സഹകരണമുണ്ട്. എല്ലാവരിൽ നിന്നും പൂർണ്ണമായിട്ടുള്ളൊരു സപ്പോർട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു വെറൈറ്റി തന്നെയാണ്. കാരണം വിപണിയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ സോപ്പുകളുണ്ട്. സോപ്പുകൾ എന്ന് പറയുമ്പോൾ പല സോപ്പുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇത് തേച്ച് കഴിഞ്ഞാൽ വെളുക്കും, അങ്ങനെ ഉപയോഗങ്ങൾ ഉള്ളത് മാത്രമേ. ഇത് സ്കിന്നിന് ഏറ്റവും നല്ലതാണ്, ഹെൽത്തി ആയിട്ടിരിക്കും. സ്കിന്നിൻ്റെ പ്രോബ്ലംസ് എല്ലാം നല്ലതാണ്. പിന്നെ കൂവപ്പൊടി വെച്ചിട്ടുള്ള കൂവപ്പൊടി വെച്ചിട്ട് കൂവയിൽ നിന്ന് വാല്യൂ അഡീഷൻ. കാരണം കൂവ എന്ന് പറയുന്നത് ഇപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ലൊരു ആഹാരവും ഔഷധത്തിനും സൗന്ദര്യത്തിനും ഉപയോഗിക്കുന്ന ഒരു ഇതാണ് കൂവ. പക്ഷേ ഇപ്പം എല്ലാവരും മാറ്റിക്കൊണ്ടിരിക്കുന്നൊരു സംഗതിയാണ്. അതിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ഉദ്ദേശമാണ്. അത് വെച്ചിട്ട് അതിൻ്റെ വാല്യൂ അഡീഷനുണ്ട്. കൂവയോടൊപ്പം തന്നെ ബദാം, വാൾനട്ട്, പിന്നെ കാഷ്യൂസൊക്കെ ചേർന്നിട്ടുള്ളത്. പിന്നെ കൂവയിൽ മറയൂർ ശർക്കര, ഓണാട്ടുകരകളിൽ അങ്ങനെ GI ടാഗ് നേടിയ ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ളൊരു സ്വീറ്റുണ്ട്. ഇനിയിപ്പം ഞങ്ങൾ അതായത് ക്രിസ്മസിന് ആരോ റൂട്ടിൻ്റെ കേക്ക് ഇറക്കുന്നുണ്ട്. ആരോ റൂട്ടിൻ്റെ കേക്ക് അതാകുമ്പം കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും. $80,000 ഉള്ളൊരു സാരിയാണ് ഈ കാണുന്നത്.
ഇത് സാരി അല്ലേ ചേട്ടാ? हाँ सारी सारी ഈ മാസം 15-ാം തീയതി വരെയാണ് ഈ എക്സ്പോ നീണ്ടു നിൽക്കുന്നത്. ഈ എക്സ്പോ എന്ന് പറയുന്നത് കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവും ഹാൻഡ് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ എന്നിവരുടെ സഹകരണത്തോടെ നാഷണൽ ഡിസൈൻ സെൻ്ററാണ് ഈ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിവിധ തരം സാരികളാണ്. എനിക്ക് തോന്നുന്നു ഒരു 2000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങൾ വരെ ഈ മേളയിലുണ്ട്. ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്നുള്ള ചന്തേരി, ഒഡീഷയിൽ നിന്നുള്ള ഇക്കത്ത്, ബംഗാളിൽ നിന്നുള്ള ജംദാനി, കശ്മീരിൽ നിന്നുള്ള പഷ്മീന ഷാളുകൾ എന്നിവ ഈ മേളയെ ശ്രദ്ധേയമാക്കുന്ന ഒരു കൈത്തറി മെറ്റീരിയൽസ് ആണ്. ഈ മേള രാവിലെ 11 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഈ സ്റ്റോളുകളൊക്കെ തുറന്നിരിക്കുക. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു 50 സ്റ്റോളുകൾ വരെ, 50 അല്ല 75-ലധികം സ്റ്റോളുകളുണ്ട്. 50 നെയ്ത്തുകാരാണ് സംഘടിപ്പിച്ചിട്ടാണ് ഈ സ്റ്റോളുകൾ ഇവിടെ ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുന്നത്. ഈ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാവും, അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും കൈത്തറി? ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് അറിയണമെങ്കിൽ ഇതിൻ്റെ തുമ്പത്ത് നോക്കണം. ഈ തുമ്പില്ലേ ഇവിടെ ടെസ്റ്റിന് വേണ്ടി ഞങ്ങൾ ഗ്യാപ്പ് ഇടുന്നതാണ്. കൈത്തരിയുടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒറിജിനലാണ്. അതിൽ ഈ കസവ് വന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് ഇത്. ഈ നെയ്യുമ്പോൾ ഈ സൈഡിൽ കൂടെ ഒക്കെ ഓരോ ചെറിയ ചെറിയ കുത്തു വരും. അതാണ് കൈത്തരിയിൽ കൈത്തരി തിരിച്ചറിയണത്. ഇതിന് 15,000 രൂപ വരും. നല്ല കസവാണ് ഇത്. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് നിന്ന് ഉള്ള കസവാണ്. ഇപ്പോൾ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് ആൾക്കാർ ഇപ്പം മാർക്കറ്റ് ഇഷ്ടംപോലെ സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒറിജിനൽ കഷ്ടപ്പെട്ട് നെയ്യുന്നവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണില്ല, വിശ്വാസവും ആൾക്കാർക്ക് അറിയില്ല. അതാണ് ഒറിജിനൽ കസവാന്ന് നിങ്ങൾ ചോദിച്ചതുപോലെ ആർക്കും അറിയില്ല. പറഞ്ഞാൽ അവർ കസവെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോകും. അറിയില്ലല്ലോ. അതാണ് ഇപ്പോൾ ഞാൻ ഈ എക്സ്പോ വന്നിട്ട് കൈത്തരിക്കാർക്കുള്ളതാണ്. അപ്പോൾ ഈ കൈത്തരിയിൽ വന്ന ഇവർ ഞങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഒറിജിനൽ നെയ്ത്തുകാരാണോ, നെയ്യുന്നുണ്ടോ, ഇതൊക്കെ അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾക്കിവിടെ സ്റ്റോൾ തരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നല്ല നല്ല 1-ാം തരം ക്വാളിറ്റി കിട്ടും കൈത്തരി. പിന്നെ അത് മറ്റുള്ള പ്രൈവറ്റ് സ്റ്റാളുകളിൽ പോയാൽ ഉണ്ടാവില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. ഇവിടെ വന്ന് ഒറിജിനൽ കിട്ടും. പിന്നെ ഈ സന്ദർഭം ജനങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇത് ഈ ഒരു സാരി നെയ്തെടുക്കാൻ ഒരാഴ്ച ആവും. ഒരാളുടെ അധ്വാനാണോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ പുറകിൽ. ഒരാളിനെ കൊണ്ട് ഒരു സാരി നെയ്തെടുക്കാനാവില്ല. ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഇതിലേക്ക് വരില്ല. ഭയങ്കര പാടുള്ള പണിയാണ്, കഷ്ടപ്പാടുള്ള പണിയാണ്. ഓരോ ഇഴയായിട്ട് എണ്ണി ഈ 3600 ഇഴ ജോയിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കുത്തിയിരുന്ന് ചെയ്യാൻ പറ്റുമോ? പക്ഷെ കൂലി കുറവാണ്. ഒരു ദിവസം ചെയ്യും വേണം, 4-5 ദിവസം എടുത്ത് ചെയ്യാനും പറ്റില്ല. നെയ്ത്തുകാർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ദിവസം ഇവർ പുണച്ച് തരുന്നത് വരെ? പക്ഷെ അന്നത്തെ കാലത്ത് ഈ പുണച്ച അമ്മമാരിനെയൊക്കെ ഇന്ന് കണ്ടാൽ ഞാൻ സാഷ്ടാംഗ കാല് വീണ് തൊഴും. പിന്നല്ലേ നമ്മളിത് ഈ ഒരു ഇഴയില്ലേ, ഈ ഒരു ഇഴയും ഈ ഇഴയും എടുത്ത് അത് ഈ ഇഴയിനെ ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ ജോയിൻ്റ് ചെയ്യണം. കെട്ടുവഴാനും പാടില്ല. അതൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു രാത്രി കൊണ്ട് ഒരു രാത്രി അല്ലെങ്കിൽ ഒരു പകലോ കൊണ്ട് ചെയ്യണം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡയറക്റ്റ് അവർ പെയിൻറ്റിങ് ചെയ്യുന്നതാണ്. ഇത് എന്താ ഈ വരയ്ക്കുന്ന ഈ സംഭവം? നാച്ചുറൽ കളർ, ഹോം മെയ്ഡ് കളേഴ്സ്. ഇതിപ്പോൾ എന്താ? ഖാദി ക്ലോത്ത്, ഖാദി മീൻസ് കാട്ടൺ ക്ലോത്ത്. ഈ ഒരു മെറ്റീരിയലിൽ കാണുന്ന ദശാവതാരത്തിൻ്റെ ഓരോരോ ഇതാണ് കാണിച്ചിരിക്കുന്നത്. അതും ഫുൾ ഹാൻഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്യാൻ എത്രത്തോളം ദിവസം പിടിച്ച്? 12 days. അതുപോലെ തന്നെ ഈ കാണുന്നത് ശിവനും പാർവതിയുടെയും കല്യാണമാണ്. ഒരു തുണിയിൽ ഇവർ നെയ്ത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ബൊമ്മക്കുട്ടികളെ പോലുള്ള സംഭവങ്ങളാണ്. ചേട്ടാ ഇത് ഹാൻഡ് മെയ്ഡ് ആണോ? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ മൂടി വെക്കുക. പക്ഷെ എന്താ, ഒളിപ്പിച്ചൊന്നും വെക്കാൻ പറ്റില്ല. കാരണം ഇത് കാണുമ്പോൾ തന്നെ ആരെയും ഒന്നും ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിപ്പോവും.
ബാസ്ക്കറ്റ്. ഓഫ്, ആ യെല്ലോ കാണുന്നത് ബാസ്ക്കറ്റാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ബാസ്ക്കറ്റ് കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വേസ്റ്റ് ഇടാൻ തോന്നുക അല്ലേ? ഇത് വിച്ച് മെറ്റീരിയൽ? Cotton dory. കോട്ടൺ Cotton dory. ഡൂറി. And this is a washable cloth. ഇതും ഒരു വലിയൊരു ബാസ്ക്കറ്റാണ് കേട്ടോ. നമുക്ക് അടുക്കളയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ വാഷ് ചെയ്യാൻ പറ്റും. ഈ താഴെ കിടക്കുന്നതൊക്കെ ചവിട്ടിയാണ്, നല്ല ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ചവിട്ടികൾ. ഈ കാണുന്നതൊക്കെ ഹരിയാനയിലെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. സാരികൾ നമ്മളൊരു 19,000 രൂപയുടെ സാരി കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇത്ര ഉള്ളതിലൊക്കെ കയറി നോക്കുമ്പോൾ ഏറ്റവും വലിയ റേറ്റിൽ കണ്ടതാണ് 1,00,000 രൂപയുടെ സാരിയാണ് ആ കിടക്കുന്നത്. വെറുതെ അല്ല ഇത്ര ഒരു പൈസ, കാരണം ഇത് മൾബറി സിൽക്കിലാണ് ഇത് ഹാൻഡ്ലൂം ചെയ്തിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ സ്റ്റോൾ വെസ്റ്റ് ബംഗാളിലുള്ള ആളുകളുടെ സ്റ്റോളാണ്. ഇതും നല്ല രസമുണ്ട്. ഓരോരോ കുടുക്കകൾ പൈസയൊക്കെ ശേഖരിച്ച് വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഇതൊക്കെ ഇട്ടേക്കും. 1 രൂപ കോയിൻസ്, 2 രൂപ കോയിൻസ്, നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. ഇത് മൂങ്ങയടയ്ക്കണത്. പിന്നെ അതുപോലെ കാറ്. ഇത് മാത്രമല്ല കുഞ്ഞു പേഴ്സുകളുണ്ട്. ഫുൾ മണി എടുത്ത് വെക്കാൻ പറ്റുന്ന കേട്ടോ, പൈസ ശേഖരിച്ച് വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സ്റ്റോളാണ് ഈ കാണുന്നത്. ഒരു ഗണപതിയുടെ കുടുക്ക. ഇപ്പോൾ ഈ സാരി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിലെ അവരുടെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സാരിയിൽ ഇപ്പോൾ അവർ നെയ്തെടുത്തിരിക്കുന്നത്. വേറെ സാരികളിൽ ഇപ്പോൾ നമ്മുടെ രാമായണവും പുരാണവും പരമായിട്ടുള്ള പല കാര്യങ്ങളും അവർ നെയ്തെടുത്തിട്ടുണ്ട്. ിലധികം സ്റ്റോളുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ 50-ലധികം വ്യത്യസ്ത നെയ്ത്തുകാരാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ ഇപ്പോൾ ഈ മേള ഒരുക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അതുല്യമായ ഒരു കൈത്തറി പൈതൃകത്തെ കൂടുതൽ മലയാളികളിലേക്ക് അടുത്തറിയിക്കുക എന്നാണ്. ഇപ്പോൾ ഓരോരോ സംസ്ഥാനങ്ങളിലുള്ള നെയ്ത്തുകാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ പുരാതനവും അവരുടെ ചരിത്രപരമായുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഈ ഒരു സാരിയിലോ ഷോളിലൊക്കെ ഈ കൊത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരോട് തന്നെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്നുണ്ട് ഇത് ഞങ്ങളുടെ അവിടുത്തെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അവരുടെ പുരാതന പൈതൃകങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ ഈ ഷോളുകളിലും സാരികളിലൊക്കെ തുന്നി വെച്ചിരിക്കുന്നത്.